ഹലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കേട്ടോ പാനിപ്പൂരി. പക്ഷേ പുറത്തുനിന്ന് കഴിക്കാത്ര ധൈര്യം ഉണ്ടാവാറില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. വീട്ടിന് ഭയങ്കര സിമ്പിളായിട്ടൊരു സാധനം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് ഉണ്ടാക്കണം, യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവം പാനിപ്പൂരി കിട്ടാം. കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇടാം, പക്ഷേ കുട്ടികൾക്ക് മിക്ക സാധനങ്ങളും ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഉരുളക്കിഴങ്ങ് മാത്രം ഞാൻ സ്റ്റഫായിട്ടുള്ള സംഭവത്തിന് ഉരുളക്കിഴങ്ങ് മാത്രം എടുക്കാറ്, വേറെ ഒന്നും എടുക്കാറില്ല. അപ്പോൾ ഈസിയായിട്ടൊരു പാനിപ്പൂരി ഞാൻ ഉണ്ടാക്കണേനെ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ കടയിൽ നിന്ന് ഈ ഒരു സംഭവം മേടിച്ച് പാനിപ്പൂരിൻ്റെ പൂരി. അപ്പം നമുക്ക് വെറുതെ വറുത്തെടുത്താൽ മതി എണ്ണയിൽ. പിന്നെ നമുക്ക് അതിനുള്ള വെള്ളം ഉണ്ടാക്കണം, അത് ഞാൻ കാണിച്ചു. അതിന് ഒരു ജാറെടുത്തു. പുതിനയിലയും മല്ലിയിലയും ആണ് ഇത് പുതിനയിലയും ഒരു പിടി, മല്ലിയില ഒരു പിടി കഴുകി ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ട ഒരു നാരങ്ങേൻ്റെ പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കുഞ്ഞ് പച്ചമുളക്, ഇത്ര മാത്രം ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുമ്പത്തെ മറ്റേ ഇഞ്ചിയൊക്കെ ഇട്ടപ്പോൾ ഞാൻ മറന്നുപോയി. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഇത്തിരി പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം പച്ചമുളക് ഇട്ട് നന്നായിട്ട് അരിച്ചെടുത്താൽ മതി. നാരങ്ങയുടെ നീര് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ജാറിലോട്ട് മാറുമ്പോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതിൻ്റെ നീര് ഞാൻ ഇതിലോട്ട് അരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ, നല്ല രീതിയിൽ വെള്ളം ചേർക്കും. അപ്പോൾ വെള്ളം ചേർത്തു, കണ്ടോ, വെള്ളം ഇത്ര ചേർത്തു. ഇനി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഉണ്ടാക്കിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി നമ്മളിതിൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്, വെള്ളം ഇത്ര ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ചാട്ട് മസാല നമ്മൾ ഒരു ടീസ്പൂൺ നിറച്ച് നമ്മളിതിൽ ഇട്ട് ചാട്ട് മസാല ഇട്ടിട്ട് കലക്കിയിട്ട് പാകം നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അത് അങ്ങ് കലക്കി വെക്കുക. പരിപാടി തീർന്നു. ഇനി ഉരുളക്കിഴങ്ങ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് നമ്മളെടുത്തു. കുറച്ച് സവാള അത് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇത്തിരി മല്ലിയില, അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ എടുക്കുന്നതാണ് ചാട്ട് മസാല. പിന്നെ ഇത് നോർത്ത് ഇന്ത്യൻസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ ചവറും കാര്യങ്ങളൊക്കെ എല്ലാം അതിലിടും. നമ്മളത് കുട്ടികൾ അതൊന്നും കഴിക്കാത്തതാണ് അതൊന്നും ഇട്ടില്ല. ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. ചാട്ട് മസാല ഇത്ര ഇടുക, മാറ്റി വെക്കുക. എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇനി ചാട്ട് മസാല ഇട്ടിട്ട് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഉപ്പ് നമ്മൾ എടുക്കാൻ വേണ്ടി. ചാട്ട് മസാല ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പാകം നോക്കിയിട്ട് വേണം ഉപ്പ് എടുക്കാണ്ട്, അല്ലെങ്കിൽ കൂടിപ്പോവും. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് എല്ലാം തയ്യാറാക്കി ജസ്റ്റ് മിക്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ ഈ പൂരി നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ ഇനി അത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പിന്നെ അത് വറുക്കാം. ഇതേ വാതിലൊന്നും ടച്ച് ഇത് ഇത്തിരി ഓവറായിട്ട് വലുതായി പോയൊരു സംശയം. അപ്പം നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടാ കണ്ട. അപ്പോൾ വറുത്ത് കഴിഞ്ഞ് ചിലത് 2-3 പൊങ്ങിയില്ല കേട്ടോ, ഇതേ കണ്ടോ. ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം.
അതെയോ?